അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റിസൾട്ട് വരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. മീഡിയകൾ തത്സമയം റിപ്പോർട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവരും തയ്യാറായി കഴിഞ്ഞു. ഇനി റിസൾട്ട് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. സുഹൃത്തുക്കളെ, ഈ സമയത്ത് പറയാനുള്ളത്, ഒരിക്കലും ഈ റിസൾട്ട് വരുന്നതോടുകൂടെ നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കോ സുഹൃത്ത് ബന്ധങ്ങൾക്കോ കുടുംബ ബന്ധങ്ങൾക്കോ അയൽപക്ക ബന്ധങ്ങൾക്കോ ഒന്നും തന്നെ കളങ്കം വരുന്ന രൂപത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. വ്യക്തിബന്ധങ്ങളെ തകർക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ, സംസാരങ്ങൾ, വാക്കുകൾ, പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. മോമിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആഘോഷങ്ങൾക്കെല്ലാം പരിധിയുണ്ട്, ലിമിറ്റുണ്ട്. അത് വിട്ടുകടന്നുകൊണ്ടുള്ള ഒരു ആഘോഷം നമുക്കുണ്ടാകാൻ പാടില്ല. ഈ റിസൾട്ട് വരുന്നതോടുകൂടി ബന്ധങ്ങൾക്ക് യാതൊരുവിധ തകർച്ചയും സംഭവിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പറയാനുള്ളത്, ആഘോഷങ്ങളിലേക്കൊരിക്കലും നമ്മുടെ മഹത്തുക്കളായ നമ്മുടെ ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ നിങ്ങൾ വലിച്ചു കൊണ്ടുവരരുത്. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതനായിരുന്നാലും ശരി, ആലിമീങ്ങളെ ഇതിലേക്ക് നിങ്ങൾ വലിച്ചിഴക്കരുത്. അവരെ കുറ്റം പറയുന്ന, തെറിവിളിക്കുന്ന, തേജോവധം ചെയ്യുന്ന ഒരു വാക്കോ ഒരു പ്രവർത്തനങ്ങളോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനെ നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യത്തിലും നമ്മൾ ഭയപ്പെടണം. നമ്മുടെ ആഖിബത്ത് മോശമാകാൻ, നമ്മുടെ അവസാന സമയം മോശമാകാൻ അതൊരു കാരണമായി തീരും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ വളരെ മോശം അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജാതി, വർഗ, വർണ്ണ വിവേചനമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് തിരിച്ചു വരട്ടെ. നഷ്ടപ്പെട്ടുപോയ ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും പഴയ പ്രതാപവും തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ സർക്കാർ, മതേതര സർക്കാർ ഇവിടെ നിലവിൽ വരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.